അമ്മേ ശരണം ദേവി ശരണം. ഞാനിപ്പോൾ കൊടുങ്ങല്ലൂരിലെ ശ്രീകുറുമ്പാമ്മ എന്ന് പറയുന്ന കാവിൻ്റെ പരിസരത്താണ്. ഞാൻ കൊടുങ്ങല്ലൂർ കാവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ചെയ്യാറുണ്ട്. ഈ കാവ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് തെക്ക് ഭാഗത്ത് ഏകദേശം ഒരു 200 മീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പലരും ഈ കാവിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കാറുണ്ട്. അതായത് കൊടുങ്ങല്ലൂരമ്മയുടെ മൂലസ്ഥാനമാണ് ഇവിടെ എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂരമ്മയുടെ മൂലസ്ഥാനമല്ല ശ്രീകുറുമ്പാമ്മ ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് നാളെയാണ്. അതായത് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിഷ്ഠ ആദ്യം നടത്തിയത് ചേരൻ ചെങ്കുട്ടവൻ എന്ന് പറയുന്ന രാജാവാണ് എന്നാണ് പറയപ്പെടുന്നത്. 5 ശിലയിലായിരുന്നു ആ വിഗ്രഹം പണി കഴിപ്പിച്ചിരുന്നത്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയുമ്പോൾ ദാരികവധവുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യമാണ് മനസ്സിൽ വരിക. അതേപോലെ തന്നെ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം കൂടി കൊടുങ്ങല്ലൂരമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് മധുരാ നഗരം ചുട്ടരിച്ചതിന് ശേഷം കണ്ണകി ദേവി കൊടുങ്ങല്ലൂരിലേക്ക് വന്നു. അതിനുശേഷം കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കണ്ണകി ദേവി ആദ്യമായിട്ട് വന്നിരുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ ശ്രീകുറുമ്പാമ്മ എന്ന് പറയുന്ന ഒരു കാവായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ണകി ദേവി കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നതിന് മുൻപ് 14 ദിവസങ്ങൾക്ക് മുൻപ് വന്നിരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രധാനപ്പെട്ട ഒരു പൂജ എന്ന് പറയുന്നത് നടക്കുന്നത്. അത് നാളെയാണ്. ചൈത്രമാസത്തിലെ പൗർണമി ദിവസത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം ഈ കണ്ണകി മാതാവിൻ്റെ ആയാലും ശ്രീഭദ്രകാളിയുടെ ആയാലും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള ഭക്തർ കാത്തിരിക്കുന്ന ആ ഒരു ദിവസം, ചൈത്രമാസത്തിലെ പൗർണമി ദിവസം, ചൈത്ര പൗർണമി എന്ന് പറയുന്നത്, അത് നാളെയാണ്. വർഷത്തിലൊരിക്കൽ മാത്രം അവിടെ നാളെ പൂജ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ കാത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ടാവും. പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാസോടുകൂടി മാത്രമേ അവിടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് കുമളി ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിലും രാവിലെ 5:30 മണി മുതൽ പാസുകൾ അനുവദിച്ചു തുടങ്ങും. അതും 4 വീലേഴ്സ് മാത്രം അങ്ങോട്ടേക്ക് കടത്തി വിടുള്ളൂ. കാരണം ബൈക്കുകൾ അതുപോലെ സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നാളെ പോയിട്ട് അവിടെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് മേടിക്കാൻ പറ്റില്ല. കാരണം 20, 21, 22 തീയതികളിലായിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയ വാഹനങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ആ വണ്ടിയിൽ പതിപ്പിച്ച ശേഷം മാത്രമേ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. 4400 അടി സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ്, കൊടും കാട്ടിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം എന്നാണ് ഇതിനെ പറയുന്നത്. രാവിലെ 5:30 തൊട്ട് തീർത്ഥാടകർക്ക് പാസ് അനുവദിച്ചു തുടങ്ങും. വണ്ടികൾക്ക് ഇന്ന് വൈകിട്ട് വരെ മാത്രമേ പാസ് എടുക്കാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ജീപ്പുകളിൽ യാത്ര ചെയ്യാം. പെർ ഹെഡ് 150 രൂപ. സ്വന്തമായിട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് പോകണം എന്നുണ്ടെങ്കിൽ 2000 രൂപ എന്ന് പറയുന്ന സർക്കാർ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഫീസിനനുസരിച്ചാണ് അവർക്ക് ഓടാൻ അനുവാദമുള്ളൂ. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ, അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ പൊതിഞ്ഞുകൊണ്ടുള്ള ഭക്ഷ്യ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം എന്നുള്ളത് കൊണ്ടുപോകാൻ പാടില്ല. വളരെ സുരക്ഷയോട് കൂടിയിട്ട് ഭക്തർക്കും സുരക്ഷ, അതുപോലെ തന്നെ കാടിനെയും സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വളരെ ചിട്ടയായ രീതിയിലാണ് ആ ഒരു തീർത്ഥാടനം എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള, കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ക്ഷേത്രം, 2000 വർഷം പഴക്കമുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തർക്കഭൂമിയാണ് എന്നുള്ളതാണ്. അതിർത്തി പ്രശ്നത്തിൽ ക്ഷേത്രം തമിഴ്നാട്ടിലാണ് ഇരിക്കുന്നത്, കേരളത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ള 2 സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആ ഒരു അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്നുള്ള രീതിയിൽ 2 സംസ്ഥാനങ്ങളുടെയും പോലീസ് മേധാവികൾ, ജില്ലാ പോലീസ് മേധാവികളും അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാരും, അതായത് തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ തേനി ജില്ല, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയുടെ കളക്ടർമാർ സംയുക്തമായിട്ടാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് 2:30 മണി വരെ മാത്രമേ വാഹനങ്ങൾക്ക് മുകളിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 5:30 ശേഷം അവിടെ ഭക്തർക്ക് നിൽക്കാനുള്ള അനുവാദം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ യാത്ര നടത്തുന്നവർ
ആ യാത്ര ഭംഗിയായിട്ട് പൂർത്തീകരിക്കുക. അമ്മേ ശരണം ദേവീ ശരണം. ഈ വർഷത്തെ മംഗളാദേവി തീർത്ഥാടനവും അവിടുത്തെ വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന പൂജയും ഭംഗിയായി നടക്കട്ടെ എന്ന് നമുക്ക് കൊടുങ്ങല്ലൂരമ്മയോട് പ്രാർത്ഥിക്കാം.